ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ക്ലാസ് 12th ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.10 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ 12 പൈക്കോഫാരഡ് കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് ടു എ 50 വോൾട്ട് ബാറ്ററി. ഹൗ മച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഇസ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ? അതായത് നമ്മുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിനെ നമ്മളൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, എത്ര എനർജിയാണ് അതിൽ സ്റ്റോർ ആവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കപ്പാസിറ്ററിൽ സ്റ്റോർ ആവണ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ പാഠത്തിൽ അല്ലെ. എന്താണ് കപ്പാസിറ്ററിൽ സ്റ്റോർ ആവണ എനർജിയുടെ ഇക്വേഷൻ? സ്റ്റോർ ആവണ ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ that is equal to half QV അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, അതെന്താണ്? ക്യൂ സ്ക്വയർ ബൈ 2c അല്ലേ. ക്യൂ സ്ക്വയർ ബൈ 2c. ഈ മൂന്ന് രീതിയിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ മൂന്നെണ്ണം മാറ്റി മാറ്റി ഇട്ടിട്ട് മാറ്റി മാറ്റി നമുക്ക് തന്നിട്ട് നമ്മളോട് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ചോദിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസും അതേപോലെ തന്നെ എത്ര വോൾട്ടേജ് ആണ് അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ കപ്പാസിറ്റൻസും സിയും അതേപോലെ എത്ര വോൾട്ടേജ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് വിയും. സോ സിയും വിയും ഉള്ള ഇക്വേഷൻ ഇതിൽ ഏതാണ്? ഇതിൽ സിയും വിയും ഉണ്ട് അല്ലെ. ഇതിൽ സിയും വിയും ഉണ്ട്. ഇതിൽ സിയും വിയും ആണോ? ഇതിൽ ക്യൂവും വിയും ആണ് അല്ലെ. സോ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇവിടെ ക്യൂവും സിയും ആണ്. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാഫ് സി വി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ യു ഇസ് ഈക്വൽ ടു ഹാഫ് സി എത്രയാണ്? 12 പൈക്കോഫാരഡ് ആണ് അല്ലെ. സോ 12 ഇൻറ്റു പൈക്കോഫാരഡിനെ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 10⁻⁻12 അല്ലെ. ഫാരഡിലേക്ക് കൺവേർട്ട് ആയി ഇൻറ്റു 50 അല്ലെ. ഇൻറ്റു 50 എന്ന് വരും. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരാം 1.5 ഇൻറ്റു 10⁻⁻8 1.5 ഇൻറ്റു 10⁻⁸ ജൂൾ എന്ന് വരും അല്ലെ. ഈ പോയിന്റിനെ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാം 1.5. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ പവർ കുറയാണ് ചെയ്യുക അല്ലെ. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ പവർ കൂടും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ പവർ കുറയും. അതായത് -8 എന്തായിട്ട് മാറും? -9 ആവും. 10⁻⁻⁹ ജൂൾ എന്ന് വരും. 10⁻⁻9 നമുക്ക് നാനോയില് എഴുതാൻ പറ്റൂല, നാനോ. സോ ഇതെന്ത് വരും? സോറി 1.5 അല്ല. ഇതിനങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കുമ്പോ എന്ത് വരും? 1.5 15 ആവും അല്ലെ. 1.5 15 ആവും. സോ 15 ഇൻറ്റു 10⁻⁻9 ജൗൾ, അല്ലെങ്കിൽ നമുക്ക് 15 നാനോ ജൗൾസ് എന്ന് എഴുതാം അല്ലെ. 15 നാനോ ജൗൾസ്. ഇതാണ് എന്ത്? ആൻസർ. ഇത്ര ജൂള്, അതായത് ഇത്ര എനർജിയാണ് എന്തിൽ സ്റ്റോർ ആവുക? ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ആവുക. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കും.